ബാർകോഡ് ആരോപണത്തിൽ ബാർ ഉടമകളുടെ വാദം പൊളിയുന്നു. 2.5 ലക്ഷം വീതം പിരിച്ചത് ഓഫീസ് കെട്ടിടം നിർമ്മിക്കാനെന്ന വാദമാണ് പൊളിയുന്നത്. കെട്ടിട നിർമ്മാണത്തിന് പിരിവ് നടത്തിയത് മാസങ്ങൾക്ക് മുൻപ് 1 ലക്ഷം രൂപ മാത്രമാണ് പിരിച്ചത്. ഇവരുമായി രാജീവ് ചേരുകയാണ്. രാജീവ്, ഈ ഒരു വിഷയത്തിൽ ഈ ബാർ ഉടമകളുടെ വാദം പൊളിയുകയാണ്. നേരത്തെ 2.5 ലക്ഷം എന്ന രീതിയിലാണ് കണക്കുകൾ വന്നിരുന്നത്. പക്ഷേ കൃത്യമായി അവർ തന്നെ ഇറക്കിയ ഈ ബ്രോഷറിലടക്കം കൃത്യമായി എത്രയാണ് എന്ന രീതിയിൽ സംഖ്യ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇത് ഇരുതരത്തിൽ ചർച്ചയാകാനാണ് സാധ്യതയും. സുരേഷ്, പ്രധാനമായും ഈ പുതിയ മദ്യനയം രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായുള്ള ചർച്ചകൾ തുടങ്ങുന്നതിനിടെയാണ് 2.5 ലക്ഷം രൂപ വീതം ഒരു ബാറുടമ നൽകണമെന്ന ശബ്ദ സന്ദേശം ഈ സംഘടനാ നേതാവിൻ്റേത് പുറത്തു വന്നത്. ഇത് സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു. വീണ്ടും ബാർകോഡ് നൽകുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഈ പണം ആവശ്യപ്പെടുന്നത് എന്ന തരത്തിലായിരുന്നു ഈ ശബ്ദ സന്ദേശത്തെക്കുറിച്ച് ഉയർന്ന ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട നിലവിലേതായാലും ക്രൈംബ്രാഞ്ച് അന്വേഷണവും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ഈ ബാറുടമകളുടെ സംഘടനാ നേതാക്കൾ അറിയിച്ചത് ഈ പണം സർക്കാരിന് നൽകുന്നതിന് വേണ്ടിയല്ല, ഈ ബാറുടമകളുടെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് 2.5 ലക്ഷം രൂപ വീതം ആവശ്യപ്പെട്ടത്. അല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട കോഴയോ മറ്റു കാര്യങ്ങളോ ഇല്ല എന്നായിരുന്നു പ്രധാനമായും സംഘടനാ നേതാക്കൾ മുന്നോട്ട് വെച്ച അവകാശവാദം. എന്നാൽ ഇത് തെറ്റാണെന്ന് തെളിയിക്കുന്ന രേഖകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഈ കെട്ടിടം നിർമ്മിക്കുന്നതിനായി നേരത്തെ തന്നെ പണപ്പിരിവ് ഉൾപ്പെടെ നടത്തിയിരുന്നു. അത് 2.5 ലക്ഷം രൂപയല്ല, 1 ലക്ഷം രൂപ വീതമാണ് ഈ ബാറുടമകളിൽ നിന്ന് ആവശ്യപ്പെട്ടിരുന്നത്. അതും മാസങ്ങൾക്ക് മുൻപാണ്. ബ്രോഷർ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും, മാസങ്ങൾക്ക് മുൻപാണ് 1 ലക്ഷം രൂപ വീതം നൽകണമെന്ന് ഈ സംഘടനാ നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നത്. ഇത് പ്രകാരം പണപ്പിരിവ് നടക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതല്ല. പുതിയ മദ്യനയ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ശേഷം 2 ലക്ഷം രൂപ വീതം നൽകണമെന്ന സംഘടനാ നേതാവ് ആവശ്യപ്പെടുന്നു. മാത്രമല്ല ഈ സർക്കാരിന് ഈ പണം നൽകേണ്ടി വരും, സർക്കാരുമായി ബന്ധപ്പെട്ടവർക്ക് ഈ പണം നൽകേണ്ടി വരും എന്ന് കൃത്യമായ സൂചനകൾ നൽകിക്കൊണ്ടാണ് സംഘടനാ നേതാവിൻ്റെ ഓഡിയോ സന്ദേശം പുറത്തു വന്നത്. ഇത് വലിയ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമൊക്കെ വഴിവെക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ ആയിരുന്നു ഈ സംഘടനാ നേതാക്കൾ പുതിയ അവകാശവാദവുമായി മുന്നോട്ട് വന്നത്. ഏതായാലും അത് പൂർണ്ണമായും പൊളിയുകയാണ്. കഴിഞ്ഞ ദിവസവും ടൂറിസം എക്സൈസ് മന്ത്രിമാർ ഇതുമായി ബന്ധപ്പെട്ട യോഗത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല. മാത്രമല്ല ഇത്തരമൊരു യോഗം നടന്നിട്ടില്ല. പുതിയ മദ്യനയം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നായിരുന്നു ടൂറിസം മന്ത്രിയും അതുപോലെ തന്നെ എക്സൈസ് മന്ത്രിയും വ്യക്തമാക്കിയത്. തുടർന്ന് ടൂറിസം ഡയറക്ടറും ഇതുമായി ബന്ധപ്പെട്ട ഒരു അവകാശവാദം ഉന്നയിച്ചിരുന്നു. എന്നാൽ പുറത്തു വന്ന രേഖകൾ പരിശോധിക്കുകയാണെങ്കിൽ കൃത്യമായി പുതിയ മദ്യനയം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെയാണ് നടന്നത്. കഴിഞ്ഞ 21-നായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ. ഈ ബാറുടമകൾ ഉൾപ്പെടെ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അവരുടെ സംഘടനാ നേതാക്കളായിരുന്നു പ്രധാനമായും പങ്കെടുത്തത്. ഡ്രൈ ഡേ മാറ്റണമെന്ന ആവശ്യം ഈ സംഘടനാ നേതാക്കൾ ഈ യോഗത്തിൽ ഉന്നയിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് കൊച്ചിയിൽ വെച്ച ഈ ബാറുടമകളുടെ സംഘടനകളുടെ യോഗം ചേരുന്നത്. കൊച്ചിയിൽ 2 ദിവസമായി യോഗം ചേരുകയും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് പോവുകയും ചെയ്തിരുന്നു. അവിടെ ഉണ്ടായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ഓഡിയോ സന്ദേശം പുറത്തു വരുന്നത്. അതായത് 2.5 ലക്ഷം രൂപ വീതം പിരിച്ച് നൽകിയെങ്കിൽ മാത്രമേ ബാറുടമകൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുന്നു. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ ഉണ്ടാവുകയും ഇതിനെ തുടർന്നാണ് ചീഫ് സെക്രട്ടറി ഒരു റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുന്നത്. അതിൽ ചൂണ്ടിക്കാണിച്ചത് ഈ 12 ദിവസത്തെ ഡ്രൈ ഡേ ഒഴിവാക്കണം, ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടണം. ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ടൂറിസം മേഖലയിലെ പ്രശ്നങ്ങളാണ്. കാരണം ടൂറിസം കോൺഫറൻസുകൾ പലതും കേരളത്തിന് പുറത്തേക്ക് പോകുന്നു. അതിന് പ്രധാന കാരണം കേരളത്തിലുള്ള ഈ ഡ്രൈ ഡേ ആണ്. അതുകൊണ്ട് തന്നെ അത് പിൻവലിക്കാൻ ആവശ്യമായ നടപടികൾ വേണമെന്നായിരുന്നു പ്രധാനമായും ചീഫ് സെക്രട്ടറി നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചത്. ഇതിനുശേഷമാണ് ഡ്രൈ ഡേ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് സർക്കാർ കടന്നത്. കൃത്യമായ രീതിയിൽ അന്വേഷണം വേണം. അത്തരത്തിൽ അന്വേഷണം നടക്കുകയാണെങ്കിൽ കെജ്രിവാൾ ഏത് തരത്തിലാണോ കുരുക്കലായത് അതേ അഴിമതി തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി മുഹമ്മദ് റിയാസ്, എം പി രാജേഷ് തുടങ്ങിയ കൂട്ടുകെട്ടുകൾ ചേർന്ന് നടത്തുന്നത്. പക്ഷേ ഇവരെ ഈ ഒരു ബാന്ധവം ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട ഇടതുപക്ഷമായി കഴിഞ്ഞാലും വലതുപക്ഷമായി കഴിഞ്ഞാലും അധികാരത്തിലിരിക്കുമ്പോൾ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട്. ഇവിടെ വലതുപക്ഷത്തെ കുറ്റം പറഞ്ഞ ഇടതുപക്ഷമാണ് ഇപ്പോൾ ഈ കൂടികളുടെ അഴിമതി നടക്കുന്നത്. ഇവിടെ 2.5 ലക്ഷം പിരിച്ചത് കെട്ടിട നിർമ്മാണത്തിനാണെന്നുള്ള വാദഗതികളാണ്, ബാറുടമകളുടെ സംഘടനയുടെ വാദഗതികളാണ് ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത്. 1 ലക്ഷം വീതമാണ് പിരിച്ചത്, അതും മാസങ്ങൾക്ക് മുമ്പാണ് എന്നുള്ള വിശദാംശങ്ങൾ വരുമ്പോൾ അതോടൊപ്പം ചേർത്ത് വെക്കേണ്ടതില്ല. ഈ തൻ്റെ ശബ്ദരേഖ ഒരിക്കലും തെറ്റാണ് എന്ന് അനിമോൻ ഇതുവരെയും നിഷേധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വാസ്തവം തന്നെയാണെന്ന് അനിമോനും സ്ഥിരീകരിക്കുന്നു, ശബ്ദരേഖയും സ്ഥിരീകരിക്കുന്നു. അത് തെളിയിക്കുന്ന രേഖകളുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ?
സുരേഷ്, ഇതിൽ പ്രധാനമായും ഈ ടൂറിസം ഡയറക്ടറുടെ വിശദീകരണം ഏതായാലും പൂർണ്ണമായും കഴിഞ്ഞ ദിവസം പൊളിഞ്ഞിരുന്നു. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയും ചെയ്തു. അത് ഈ ഡ്രൈ ഡേ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെയാണ് നടന്നത്. പുതിയ മദ്യനയത്തിൽ അത് ഉൾപ്പെടുത്താനുള്ള നീക്കവുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയായിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ചീഫ് സെക്രട്ടറി നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചത്. പക്ഷേ ഈ ഗൂഢാലോചനയെ സംബന്ധിച്ച് ഒരു പരാതി നൽകിയിരിക്കുന്നത് എക്സൈസ് മന്ത്രി എം പി രാജേഷാണ്. ഇതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് നിലവിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ പ്രതിപക്ഷവും ബി.ജെ.പിയും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്ന പോലെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ക്രൈംബ്രാഞ്ച് ആണോ നടത്തേണ്ടത്? അഴിമതിയെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അഴിമതി ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിജിലൻസ് അന്വേഷണം വേണമെന്ന ആവശ്യം പ്രധാനമായും പ്രതിപക്ഷവും അതുപോലെ തന്നെ ബി.ജെ.പിയും ഒക്കെ കഴിഞ്ഞ ദിവസം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷണം നടത്തി മുന്നോട്ട് പോവുകയാണ് സംസ്ഥാന സർക്കാർ. കഴിഞ്ഞ കുറേ നാളുകളായി നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും, സർക്കാരുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കേസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നു. തുടർന്ന് ഈ രേഖ ഉൾപ്പെടെ നശിപ്പിക്കുന്ന സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. ഈ കാര്യത്തിലും അത് തന്നെയാകും ഉണ്ടാവുക. എന്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ല, എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നില്ല എന്ന ചോദ്യവും വളരെ ശക്തമായി ഉയരുന്നുണ്ട്. പ്രാഥമിക അന്വേഷണം മാത്രമാണ് നിലവിൽ ക്രൈംബ്രാഞ്ചിൻ്റെതായി നടക്കുന്നത്. ഏതായാലും ബാറുടമകളായാലും സർക്കാർ ഉദ്യോഗസ്ഥരായാലും ടൂറിസം ഡയറക്ടർ ആയാലും മന്ത്രിമാരായാലും ഇവർ പറയുന്നതെല്ലാം തെറ്റാണെന്ന് തെളിയിക്കുന്ന കൂടുതൽ രേഖകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനം നേരത്തെ ചൂണ്ടിക്കാണിച്ചു തന്നെയാണ്. ബാറുടമകളുടെ ഇത്തരത്തിലുള്ള വാദഗതികൾ പൊളിയുന്നു. സർക്കാർ സംവിധാനങ്ങളുടെ ടൂറിസം വകുപ്പിൻ്റെ അടക്കം വാദഗതികൾ പൊളിയുന്നു. അതായത് കൃത്യമായ രീതിയിലുള്ള അഴിമതിയുണ്ട്. ബാർക്കോഴ ആരോപണം അത് കൃത്യമായ രീതിയിൽ നടന്നിട്ടുണ്ട്. അതിൻ്റെ വിഹിതം ആർക്കൊക്കെ കിട്ടി എന്നുള്ള ചോദ്യമാണ് ഇനി മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു അന്വേഷണം, ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം നടക്കുന്നു എന്ന് പറയുമ്പോഴും ആ അന്വേഷണത്തിലും ഒന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല അല്ലേ? സുരേഷ്, സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ ഉയരുകയാണെങ്കിൽ അതിനുവേണ്ടി സംവിധാനം സംസ്ഥാനത്തുണ്ട്. വിജിലൻസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുന്നത്. പക്ഷേ ഇവിടെ എക്സൈസ് മന്ത്രി ഒരു പരാതി നൽകുന്നു. ഇക്കാര്യത്തിൽ ഗൂഢാലോചനയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഒരു പരാതി നൽകുന്നത്. ആ പരാതിയെക്കുറിച്ചാണ് നിലവിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത്. ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘത്തെ നിയമിക്കുന്നു. SP മധുസൂദന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത്. നേരത്തെയും ഈ SP യുടെ നേതൃത്വത്തിലുള്ള അന്വേഷണങ്ങൾ പല ഘട്ടത്തിലും നടത്തിയിട്ടുണ്ട്. സ്വപ്നയുടെ പരാതിയെക്കുറിച്ചുൾപ്പെടെ ഈ ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം നടന്നത്. പക്ഷേ അതൊന്നും എങ്ങും എത്തിയില്ല എന്ന കാര്യം നമുക്ക് മുന്നിൽ വ്യക്തമാണ്. അതായത് സർക്കാരിന് താല്പര്യമുള്ള കേസുകളിൽ ക്രൈംബ്രാഞ്ചിലേക്ക് അന്വേഷണം ഏൽപ്പിക്കുന്നു. അതിനുശേഷം ആ കേസ് തന്നെ അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. മാത്രമല്ല എന്തുകൊണ്ട് ഇത് വിജിലൻസിന് നൽകിയില്ല എന്ന ചോദ്യം കൂടി വളരെ പ്രസക്തമായി വരുന്നുണ്ട്. മാത്രമല്ല ഈ കാര്യത്തിൽ ഒരു എഫ്ഐആറും രജിസ്റ്റർ ചെയ്തിട്ടില്ല. പ്രാഥമികമായ അന്വേഷണം മാത്രമാണ് നിലവിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുറ്റക്കാർക്കെതിരെ ഒരു നടപടിയും ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഇത് സർക്കാരുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണമാണ്. സർക്കാരിന് പണം നൽകാനെന്ന പേരിൽ തന്നെയാണ്. സർക്കാർ എന്ന് പറയുമ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മന്ത്രിമാരാകാം, ഉദ്യോഗസ്ഥരാകാം, അവർക്ക് പണം നൽകാനെന്ന പേരിൽ തന്നെയാണ് ഈ ശബ്ദ സന്ദേശം പ്രചരിച്ചത്. അത് അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ തന്നെയാണ് ഈ ശബ്ദ സന്ദേശം എത്തിയത്. മാത്രമല്ല പിന്നീട് അങ്ങോട്ട് ബാർഡുമകൾ പറഞ്ഞതായാലും മന്ത്രിമാർ പറഞ്ഞതായാലും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ പറഞ്ഞതായാലും എല്ലാം ബിജെപി നേതാവ് ശ്രീ ഷോൺ ജോർജ് നമ്മോടൊപ്പം ചേരുകയാണ്. ജനങ്ങളെ കബളിപ്പിക്കാനുള്ള, കണ്ണിൽ പൊടിയിടാനുള്ള ചില കുറുക്ക് വിദ്യകൾ മാത്രമാണ് ഈ അന്വേഷണം എന്നതിൻ്റെ പേരിൽ നടക്കുന്നത്, അന്വേഷണ പ്രഹസനത്തിൻ്റെ പേരിൽ നടക്കുന്നത്. പക്ഷേ ഇവിടെ പ്രതിപക്ഷം പോലും, കോൺഗ്രസ് അത്രത്തോളം ദുർബലമാകുന്നത് കൃത്യമായ രീതിയിൽ ചൂഷണം ചെയ്യുകയാണ്, മുതലെടുക്കുകയാണ് സർക്കാർ സംവിധാനങ്ങളല്ലേ? സുരേഷ്, ഇവിടെ ചില കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇടതുമുന്നണി മുന്നോട്ട് വെച്ചിരുന്ന വലിയ ഒരു പ്രചാരണ വാക്യങ്ങളുണ്ടായിരുന്നു. അതായത് സംസ്ഥാനത്ത് മദ്യവർജനം പൂർണ്ണമായും നടപ്പാക്കും, പുതിയ ബാറുകൾ തുടങ്ങില്ല, ബാറുകൾ അടച്ചുപൂട്ടും എന്ന തരത്തിലുള്ള ഒരു വലിയ പ്രചാരണം നടത്തിയിരുന്നു. പക്ഷേ നമ്മൾ പിന്നീട് കണ്ടത് 29 ബാറുകളായിരുന്നു ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നെങ്കിൽ ആ കാലയളവിൽ തന്നെ അത് 427 ഉയർന്നു. അതായത് ബാറുകൾക്ക് കൂട്ടത്തോടെ ലൈസൻസ് നൽകുന്ന ഒരു സമീപനം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇപ്പോൾ ഏതായാലും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 801 ബാറുകൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ബിയർ ആൻഡ് വൈൻ പാർലറുകൾക്കും അതുപോലെ തന്നെ ബിവറേജ് ഔട്ട്ലെറ്റുകൾക്കും കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകൾക്കും പുറമെയാണ് ഇത്രയും ബാറുകൾ സംസ്ഥാനത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു പഞ്ചായത്തിൽ ഒരു ബാർ എന്ന രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോവുകയാണ്. 200 അപേക്ഷകളാണ് ഇപ്പോൾ സർക്കാരിൻ്റെ മുന്നിൽ ഉള്ളത്. ഈ 200 അപേക്ഷകളിൽ കൂടി തീരുമാനമെടുക്കുമ്പോൾ സംസ്ഥാനത്തെ ബാറുകളുടെ മാത്രം എണ്ണം 1000 അടുത്തേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവിടെ തന്നെയാണ് ഈ രീതിയിൽ ബാറുകളുടെ പ്രവർത്തന സമയം വർദ്ധിപ്പിച്ച് നൽകുന്നത്. രാത്രി 12 മണി വരെയായി ബാറുകളുടെ പ്രവർത്തന സമയം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. ഡ്രൈ ഡേ പൂർണ്ണമായും
ഒഴിവാക്കുന്നു. ആദ്യഘട്ടത്തിൽ 1-ാം തീയതിയുള്ള ഡ്രൈ ഡേ ഒഴിവാക്കുമെങ്കിൽ പിന്നീട് അങ്ങോട്ട് പല ഡ്രൈ ഡേകളും ഒഴിവാക്കുന്ന രീതിയിലേക്ക് വരുന്നു. ഇതിനെല്ലാം കൂട്ടുപിടിച്ചിരിക്കുന്നത് ടൂറിസത്തെയാണ്. സംസ്ഥാനത്ത് ടൂറിസം ഇല്ലാത്തതിന് പ്രധാന കാരണം ബാറുകൾ ഇല്ലാത്തതാണ് എന്ന വിചിത്രമായൊരു ന്യായമാണ് ഏതായാലും സർക്കാർ മുന്നോട്ട് വെക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിൽ തന്നെയാണ് കോടികളുടെ അഴിമതി ഉണ്ട് എന്ന് പലതരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ അത് കൂടുതൽ വ്യക്തത വരുന്നത്. നേരത്തെ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ഒരു വിജിലൻസ് റിപ്പോർട്ട് നമ്മൾ നേരത്തെ വാർത്തയാക്കിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്നത് ഈ നവകേരള സദസ്സിന്റെ മറവിൽ പോലും സംസ്ഥാനത്തെ ബാർ ഉടമകളിൽ നിന്നും അതുപോലെ തന്നെ കോറി ഉടമകളിൽ നിന്നും വ്യാപകമായ പണപ്പിരിവ് നടന്നു എന്ന തരത്തിൽ വിജിലൻസ് ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ ആ റിപ്പോർട്ടിൽ ഒരു തുടർ നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് ഇത്തരമൊരു റിപ്പോർട്ട് നൽകിയത്. ചില ഉന്നത ഉദ്യോഗസ്ഥരുടെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു റിപ്പോർട്ട് നൽകിയെങ്കിൽ ആ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് പൂർണ്ണമായും അട്ടിമറിക്കുകയായിരുന്നു. ഇതിനുശേഷമാണ് ഏതായാലും ഇപ്പോൾ ഈ ബാർക്കോഴിയുമായി ബന്ധപ്പെട്ട ഒരു ശബ്ദ സന്ദേശം പുറത്തേക്ക് വരുന്നത്. അതിലും മുഖം രക്ഷിക്കാനുള്ള നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. സർക്കാരിനെ സംരക്ഷിക്കാനുള്ള നീക്കങ്ങൾ ബാർ ഉടമകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. കെട്ടിടം പണിയാനാണ് ഈ പണം വാങ്ങിയതെന്ന് ബാർ ഉടമകൾ പറയുമ്പോൾ ഓരോ ദിവസവും അത് പൊളിയുന്ന തെളിവുകൾ കൂടിയാണ് പുറത്തേക്ക് വരുന്നത്. മാത്രമല്ല കഴിഞ്ഞ 21-ന് നടന്ന യോഗം കൃത്യമായി മദ്യനയ രൂപീകരണത്തിന് വേണ്ടി തന്നെയായിരുന്നു. അവിടെയാണ് ഡ്രൈ ഡേ വേണമെന്ന ആവശ്യം വീണ്ടും ബാർ ഉടമകൾ മുന്നോട്ട് വെച്ചത്. ആ ആവശ്യം ഏറെക്കുറെ സർക്കാർ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മന്ത്രിമാരോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഈ പണം നൽകാനുള്ള നീക്കം ബാർ ഉടമകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. 801 ബാറുകൾ എന്ന് പറയുമ്പോൾ 801 ബാറുകളും 2 ലക്ഷം രൂപ വീതം നൽകുമ്പോൾ കോടികളുടെ അഴിമതി തന്നെ ഇവിടെ നടക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. ഇതിനിടെയാണ് ഈ ശബ്ദ സന്ദേശം പുറത്തു വന്നത്. ആ ശബ്ദ സന്ദേശം പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ സർക്കാർ ഈ തീരുമാനവുമായി മുന്നോട്ട് പോകുമായിരുന്നു. മാത്രമല്ല ചില സംശയങ്ങൾ ഇപ്പോൾ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വച്ചിരിക്കുന്ന സംശയങ്ങളുണ്ട്. ആരുടെ സ്പോൺസർഷിപ്പിലാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ വിദേശത്തേക്ക് പോയത്? മാത്രമല്ല കേന്ദ്ര അനുമതിയില്ലാതെ എം പി രാജേഷ് എങ്ങനെയാണ് വിദേശയാത്ര നടത്തുന്നത്? 22-നാണ് കേന്ദ്ര അനുമതി തേടി എം പി രാജേഷ് കത്ത് നൽകുന്നത്. 24-ന് അദ്ദേഹം യാത്ര ചെയ്യുകയും ചെയ്തു. കേന്ദ്ര അനുമതി ഇല്ല എന്ന് പറയുന്നത് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയാണ്. അദ്ദേഹം തന്നെ ആരോപിക്കുമ്പോൾ അതിനൊന്നും കൃത്യമായ ഒരു മറുപടി നൽകാൻ സർക്കാരിന് കഴിയുന്നില്ല, CPM-ന് കഴിയുന്നില്ല എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് സജീവമായ ചർച്ചകൾക്ക് വഴിവെക്കാൻ തന്നെയാണ് സാധ്യത. സുരേഷ്, 2 ലക്ഷം വീതം പിരിച്ചൊരു ഓഫീസ് കെട്ടിടം നിർമ്മിക്കാനെന്ന ബാർ ഉടമകളുടെ വാദമാണ് പൊളിയുന്നത്. കെട്ടിടം നിർമ്മിക്കാൻ പിരിവ് നടത്തിയത് മാസങ്ങൾക്ക് മുൻപാണ്. പിരിച്ചത് 1 ലക്ഷം രൂപയെന്നും സ്ഥിരീകരണം. വിശദാംശങ്ങളാണ് ആ രാജ്യവും നൽകിയത്.